കേണൽ എന്ന ഭീകരനെ തേടി NIA. രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിലെ ഓൺലൈൻ ഹാൻഡലറെ കണ്ടെത്താനുള്ള ശ്രമം ശക്തമാക്കി അന്വേഷണ ഏജൻസികൾ. കേണൽ എന്ന രഹസ്യനാമമുള്ള ഓൺലൈൻ ഹാൻഡലർക്ക് IS അൽഹിന്ദ് മോഡ്യൂളുമായി ബന്ധമുള്ളതായി സൂചനകളുണ്ട്. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേണലാണെന്നും അബ്ദുൾ മതീൻ താഹ, മുസാവിർ ഹുസൈൻ ഷാഹിബ് എന്നിവരുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ, ഹിന്ദു നേതാക്കൾ, പ്രമുഖ സ്ഥലങ്ങൾ എന്നിവയ്ക്കെതിരെ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതിന് പിന്നിലെ പ്രധാന വ്യക്തി ഇയാളാണെന്നാണ് റിപ്പോർട്ട്. 2022 നവംബറിൽ മംഗളൂരു ഓട്ടോറിക്ഷ സ്ഫോടനത്തിന് ശേഷമാണ് കേണൽ എന്ന ഹാൻഡലറെ കുറിച്ച് സംശയം ഉയർന്നത്. മിഡിൽ ഈസ്റ്റിലെവിടെയോ ആണ് കേണൽ എന്നറിയപ്പെടുന്ന ഈ ഭീകരന്റെ ഒളിത്താവളമെന്നും സംശയിക്കുന്നു. പാക് ചാര ഏജൻസിയായ ISIയുമായുള്ള കേണലിന്റെ ബന്ധത്തെയും ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി താഹയെയും ഷാസിബിനെയും കൊൽക്കത്തയിലെ ഒളിത്താവളത്തിൽ നിന്ന് ഏപ്രിൽ 12-ന് അറസ്റ്റ് ചെയ്തിരുന്നു. ദക്ഷിണേന്ത്യയിലെ കാടുകൾ കേന്ദ്രീകരിച്ച് IS പ്രവിശ്യ സ്ഥാപിക്കാൻ പദ്ധതിയിട്ട 20-അംഗ അൽഹിന്ദ് മോഡ്യൂളിന്റെ ഭാഗമായിരുന്നു താഹയും ഷാസിബുമെന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള മെഹബൂബ് പാഷയുടെയും കടലൂർ ആസ്ഥാനമായുള്ള ഖാജ മൊയ്തീന്റെയും നേതൃത്വത്തിലുള്ള അൽഹിന്ദ് മോഡ്യൂൾ, ബംഗളൂരുവിലെ ഗുരുപ്പൻ പാളയിലെ പാഷയുടെ അൽഹിന്ദ് ട്രസ്റ്റ് എന്നിവ കർണാടകയിലെ വനത്തിനുള്ളിൽ IS പ്രവിശ്യ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. രാജ്യത്തെ ആദ്യ പ്രവിശ്യ ദക്ഷിണേന്ത്യയിൽ സ്ഥാപിക്കാൻ IS ശ്രമിച്ചതായി NIA കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ വനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവിശ്യ സ്ഥാപിക്കാൻ IS ശ്രമിച്ചതായാണ് NIAയുടെ കണ്ടെത്തൽ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ വനങ്ങളിലായിരുന്നു ഇതിനായുള്ള ശ്രമം നടന്നത്. ISന്റെ ഉപവിഭാഗമായ അൽഹിന്ദ് എന്ന ഭീകര സംഘടനയിലെ 17 പേർക്കെതിരായ കുറ്റപത്രത്തിലാണ് NIA ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 ഡിസംബറിൽ അറസ്റ്റിലായ 17 ഭീകരർക്കെതിരായി സമർപ്പിച്ച കുറ്റപത്രത്തിൽ NIA ISന്റെ രാജ്യത്തെ ആദ്യ പ്രവിശ്യ സ്ഥാപന മോഹം തകർത്തത് വിവരിക്കുന്നു. ബംഗളൂരുവിൽ നിന്നുള്ള മെഹബൂബ് പാഷ, കൂടല്ലൂരിൽ നിന്നുള്ള ഖാജ മൊയ്തീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പദ്ധതി. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ വനങ്ങൾ കേന്ദ്രീകരിച്ച് താവളം ഒരുക്കി രാജ്യത്തിനെതിരായി പോരാടാനായിരുന്നു ശ്രമം. വീരപ്പൻ കാട്ടിൽ വർഷങ്ങളോളം കഴിഞ്ഞ രീതിയിൽ ഭീകര താവളം സംഘടിപ്പിക്കാനായിരുന്നു ഇവരുടെ നീക്കം. കർണാടകയിലെ ശിവസമുദ്ര മേഖലയിലെ കാട്ടിലെത്തി പാഷ 4 ഭീകരർക്ക് ഒപ്പം ഭീകര താവളത്തിനായുള്ള സ്ഥലം നിർണയിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കളും ടെന്റ് നിർമ്മിക്കാനുള്ള വസ്തുക്കളും സംഘം സംഭരിച്ചിരുന്നതായും NIA കുറ്റപത്രത്തിൽ പറയുന്നു. കുടക്, കോളാർ, ചിറ്റൂർ എന്നീ മേഖലകളിലും സംഘം താവളമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. മത നേതാക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കൊലപ്പെടുത്തി കലാപമുണ്ടാക്കാനും അതിന്റെ മറവിൽ കൂടുതൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനുമായിരുന്നു പദ്ധതി. ഹൈന്ദവ മുസ്ലിം സംഘടനകൾക്കിടയിൽ സംഘർഷമുണ്ടാക്കാനുള്ള വിവിധ ആക്രമണങ്ങളും ഇവർ തയ്യാറാക്കിയിരുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ബന്ദിയാക്കി പണത്തിനായി വിലപേശാനും തീരുമാനിച്ചിരുന്നതായി NIAയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.